അമേരിക്കയുടെ സൈനിക താവളം ഇറാൻ പിടിക്കുമെന്ന മുൻ വിദേശകാര്യമന്ത്രിയുടെ റിപ്പോർട്ട് ഇപ്പോൾ പ്രാധാന്യമായി ചർച്ച ചെയ്യുന്നു. അതിന് അനുസരിച്ചുള്ള പ്രതിരോധ പ്രവർത്തനം അമേരിക്ക ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. അറേബ്യൻ രാജ്യത്തിലുള്ള സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ പൊടുന്നനെ ഒരു ആക്രമണം നടത്തുകയും അവിടെ നിന്ന് അമേരിക്കൻ സൈനികരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത്തരം പ്രവർത്തനം കൊണ്ട് മാത്രമേ അമേരിക്കയെ കീമേൽ മറിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് മുൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യുന്നു. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിസ്സാരമായിരിക്കുന്ന വിഷയം ഉണ്ടാകുന്ന സമയത്ത് പോലും യഥാർത്ഥത്തിൽ അതിന് അനുഗുണമായിരിക്കുന്ന പ്രവർത്തനങ്ങളും പ്രവൃത്തികളും രണ്ട് രാജ്യങ്ങളും, അതായത് ശത്രു രാജ്യങ്ങളും അല്ലാത്ത രാജ്യങ്ങളും സ്വാഭാവികമായിട്ട് ചെയ്യും. മാത്രമല്ല അയൽ രാജ്യങ്ങളും ഇതിൻ്റെ പ്രതിഫലനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കുകയും അതിന് അവരുടേതായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. പല യുദ്ധങ്ങളെയും കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത സമൂഹമാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്നത്. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ചരിത്രത്തിൽ നിന്ന് പഠിച്ചവരായിരിക്കും. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി പഠനം നടത്തും. അതിൻ്റെ ഓരോരോ രാജ്യം സ്വീകരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും ഒക്കെ പഠിക്കുക എന്നുള്ളതും അതിനനുസരിച്ച് നമ്മുടെ എക്സാമിനൊക്കെ ഉത്തരം എഴുതുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. എന്നാൽ 1970, 1980, 1990, 70, 80 കാലഘട്ടത്തിലൊക്കെ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ട് യുദ്ധം കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇറാൻ ഇറാഖ് യുദ്ധം ഒരു പരിധിവരെ 80-ലാണത് ഇറാൻ ഇറാഖ് യുദ്ധം നടന്നത്. പിന്നീട് നടന്നിരിക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫ് യുദ്ധം. ഇതൊക്കെ നേരിട്ട് അനുഭവിച്ച യുദ്ധം പോലെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നീട് ഉക്രൈൻ യുദ്ധം, ഉക്രൈൻ റഷ്യൻ യുദ്ധം, ഇപ്പോഴത്തെ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം, അതിന് തുടർച്ചയായ രീതിയിൽ ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധം, ഇതെല്ലാം വർത്തമാനകാലത്ത് നേർക്കുനേരെ നമ്മൾ കാണുകയും അനുഭവിക്കുകയും അതിൻ്റെ പ്രതിഫലനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്ത യുദ്ധമാണ്. ഇപ്പോൾ ഇറാൻ പറയുന്നത് നിസ്സാരമായിട്ട് കാണുന്നില്ല. അമേരിക്ക പറയുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ അത് നിസ്സാരമായിട്ടാണ് കാണുന്നത്. അതിന് ഗൗരവം കാണുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്ന കാര്യം ട്രംപ് നാളെ മാറ്റി പറയും, നാളെ പറയുന്ന കാര്യം ആളെ തന്നെ തിരുത്തും. മറ്റന്നാളത്തെ ഒരു വിവരം പറയുകയാണെങ്കിൽ അന്നായിരിക്കും ഒരുപക്ഷെ ഈ സമാധാന ചർച്ചയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അന്നത്തെ സമയത്ത് അവർ പറയും സമാധാന ചർച്ചയല്ല, ഇനി യുദ്ധമാണെന്നുള്ളത്. യുദ്ധം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയും ഇറാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, സമാധാന ചർച്ചയ്ക്ക് അവർ തയ്യാറാണ് എന്നുള്ളത്. അങ്ങനെ വെറുതെ ഇല്ലാ കഥകളും നുണപ്രചരണങ്ങളും പറയുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കാര്യമായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് എടുക്കുന്നത് എന്ന് ചുരുക്കം. നിരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 4 എയർബേസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഗൾഫ് രാജ്യങ്ങളിൽ: ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, UAE. ഈ 4 എയർബേസ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് സൗദി അറേബ്യയും ഒമാനുമാണ്. ഒമാൻ എയർബേസ് ഇല്ല. സൗദി അറേബ്യയിലുള്ളത് വാടക എയർബേസാണ്. അതിൽ വലിയ അധികാരം അമേരിക്കയ്ക്കില്ല. അതുകൊണ്ട് അത് രണ്ടും പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് കാണുന്നില്ല. ഖത്തറിൽ അൽ ഉദൈദ എയർബേസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തെഹ്റാനിൽ നിന്ന് 1175 കിലോമീറ്ററാണ് അതിൻ്റെ ദൂരപരിധി കണക്കാക്കുന്നത്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടേക്ക്, അതായത് ഇറാനിൽ നിന്ന് ഈ ഖത്തർ എന്ന് പറയുന്ന അൽ ഉദൈദ എയർബേസ് കേന്ദ്രീകരിച്ച് കരമാർഗം റോഡില്ല, കരമാർഗം എത്താൻ വഴിയില്ല. ഒന്നുകിൽ ആകാശമാർഗം എത്തണം, അതല്ലെങ്കിൽ കടൽ മാർഗം എത്തണം. ബഹ്റൈൻ അമേരിക്കയുടെ 5th ഫ്ലീറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്ന മേഖലയാണ് ബഹ്റൈൻ എന്ന് പറയുന്നത്. തന്ത്രപ്രധാന മേഖല എന്നുകൂടി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ മേഖലയിൽ അപ്പാടെ നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ഉപയോഗിക്കുന്ന മേഖലയാണ് ബഹ്റൈനിലുള്ള 5th ഫ്ലീറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ്. 1060 കിലോമീറ്ററാണ് തെഹ്റാനിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം. ഖത്തറിലേക്കാണ് 1175. വലിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അടുത്തത് കുവൈറ്റാണ്. കുവൈറ്റിലുള്ളത് അലി അൽ സാല എയർബേസ് തന്ത്രപ്രധാനമായിരിക്കുന്ന എയർബേസാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കുവൈറ്റിലുള്ളത് 7951 കിലോമീറ്റർ തെഹ്റാനിൽ നിന്ന് ഇങ്ങോട്ട് ദൂരം കണക്കാക്കുന്നു. അടുത്തത് UAE ആണ്. UAE അൽ ദഫ്ര എയർബേസ്. അൽ ദഫ്ര എയർബേസിലേക്ക് തെഹ്റാനിൽ നിന്ന് 1310 കിലോമീറ്ററാണ്. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും ദൂരമുള്ള രാജ്യമെന്ന് പറയുന്നത് UAEയും ദൂരം കുറഞ്ഞ രാജ്യമെന്ന് പറയുന്നത് കുവൈറ്റുമാണ്.
ഇനി നമ്മൾ നോക്കാം, ഇറാൻ ഇറാഖ് ഇതിൽ കരപാത വഴി നോക്കുന്ന സമയത്ത് കരമാർഗത്തിലൂടെ മാത്രമേ സൈനികരെ തട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്ന സംവിധാനം വിജയിക്കുമെങ്കിൽ എളുപ്പത്തിൽ സാധിക്കും. ആകാശയുദ്ധം എന്നൊക്കെ പറയുന്ന സമയത്ത് അത് വലിയ രീതിയിൽ റിസ്ക്കാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആകാശത്ത് താഴോട്ട് ബോംബിടുക, തകർക്കുക, പിന്നീട് പാരച്ചൂട്ട് വഴി വിമാനത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുക, എന്നിട്ട് അവരെ പിടിക്കുക, പിടിച്ചതിന് ശേഷം ബന്ദികളാക്കുക, എന്നിട്ട് ഇതേ വിമാനത്തിൽ തന്നെ കയറ്റി കൊണ്ടുപോകുക എന്ന് പറഞ്ഞത് വലിയ റിസ്ക്കാണ്. കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അനുഭവിക്കും. അതുകൊണ്ട് തന്നെ വിമാനത്തിൽ തട്ടിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് വിഷയമാണ്. പിന്നെ സ്വീകരിക്കാൻ പറ്റുന്നത് കടൽ മാർഗമാണ്. കടൽ മാർഗം എന്ന് പറയുന്ന സമയത്ത് അവിടെ പ്രശ്നം വരുന്നുണ്ട്. കടലിൻ്റെ ഒരു പരിധി വരെ മാത്രമേ കപ്പലെത്തൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് കരയിലേക്ക് ബോട്ട് സർവീസ് വേണം. ബോട്ട് സർവീസ് വന്നതിന് ശേഷം പിന്നെ കരയിൽ ഇറങ്ങണം. ഇറങ്ങുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ സൈനികർ ഇവരെ എതിരിടാൻ പാടില്ല, അല്ലെങ്കിൽ എതിരിട്ടാൽ ഇവർക്ക് അതിനെ അതിജീവിക്കാൻ പറ്റണം. റിസ്ക്കാണ്, ചെറിയ സംഭവമല്ല. അപ്പോൾ 1000 കിലോമീറ്റർ ദൂരമാണ് ഇപ്പോൾ ഇതിൽ ഈ കുവൈറ്റ് നമ്മൾ പറയുന്ന സമയത്ത് കുവൈറ്റിലെ കരപാത, ഈ കരയിലൂടെ അവർക്ക് കൃത്യമായിരിക്കുന്ന റോഡുണ്ട്. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഇറാൻ, ഇറാഖ്, കുവൈറ്റ്. ഇറാനിൽ നിന്ന് ഇറാഖിലേക്ക് പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല. ഇറാഖിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കുവൈറ്റിലേക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് പരിശോധിക്കും. ഇത് മാത്രമേ കൃത്യമായ രീതിയിലുള്ള റൂട്ടിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കുകയുള്ളൂ എന്ന് ചുരുക്കം. UAE-യിലേക്ക് എത്തണമെങ്കിൽ, കരമാർഗം എത്തണമെങ്കിലുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ ഇറാൻ കഴിയണം, ഇറാഖ് കഴിയണം, പിന്നീട് സൗദി അറേബ്യ ഉണ്ട്. സൗദി അറേബ്യൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് UAE-യിലെത്തുക. അപ്പോൾ സൗദി അറേബ്യയിലൂടെ UAE-യിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിലുള്ള സൈനികരെ പിടിക്കാൻ വേണ്ടിയിട്ട് സുരക്ഷിതമായ രീതിയിലൊരു വഴി വെട്ടിക്കൊടുക്കുന്ന ഒരു പ്രവർത്തനം ഒരിക്കലും സൗദി അറേബ്യ ചെയ്യില്ല എന്നതിനാൽ അത് റിസ്ക്കാണ്, എത്താൻ സാധ്യത കുറവാണ്. ഇനി ബഹ്റൈൻ്റെ നമ്മൾ നോക്കുന്ന സമയത്ത് ബഹ്റൈൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇറാൻ, പിന്നീട് കുവൈറ്റ് കഴിഞ്ഞിട്ട് സൗദി അറേബ്യ, പിന്നെ സൗദി അറേബ്യ കഴിഞ്ഞിട്ടാണ് ബഹ്റൈനിലെത്തുന്നത്. അത് കിങ് ഫഹദ് ക്രോസ് വേ എന്ന് പറയുന്ന അവരുടെ പാലം, 20 കിലോമീറ്ററോളം നീളത്തിലുള്ള കടലിനെ മുറിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു പാലുണ്ട്. ചരിത്രപരമായിരിക്കുന്ന വലിയ പ്രാധാന്യമുള്ള ഒരു പാലമാണത്. ബഹ്റൈനെയും സൗദിനെയും കരമാർഗം ബന്ധിപ്പിക്കുന്ന ഈ ഒരൊറ്റ പാലമുള്ളൂ. ആ പാലം വഴിയാണ്, ഇതിനു മുമ്പ് ഇറാൻ അത് തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാലം വഴി എവിടേക്ക് എത്താൻ പറ്റും? ബഹ്റൈനിലേക്ക് എത്താൻ പറ്റും. അത് റിസ്ക്കാണ്, കനമുള്ളതാണ്, കഠിനമാണ്. അതുകൊണ്ട് ഇപ്പോൾ നോക്കുന്ന സമയത്ത് 4 രാജ്യം, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, UAE. ഖത്തർ പ്രശ്നമാണ്, ബഹ്റൈൻ വിഷയമാണ്, UAE വിഷയമാണ്. അത്തരം ഒരു മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ അവർ കുവൈത്തായിരിക്കും ലക്ഷ്യം വെക്കുക എന്നുള്ളത് കൃത്യമാണ്. കാര്യം ഇറാഖ് ഏറെക്കുറെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അതിർത്തി കടക്കാൻ എളുപ്പമാണ്. കടന്നാൽ പിന്നെ എവിടെ എത്തി? കുവൈറ്റിലെത്തി. കുവൈത്തിൻ്റെ അതിർത്തിയിൽ പോരാട്ടങ്ങളോ ഏറ്റുമുട്ടലുകളോ ഉണ്ടാകുമോ എന്നുള്ളൊരു പരിശോധന തീർച്ചയായിട്ടും ഇറാൻ നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് കുവൈറ്റിലേക്ക് എത്താനുള്ള സാധ്യതയാണ്. അലി അൽ സല എന്ന് പറയുന്ന എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് 1951 കിലോമീറ്ററാണ് പറയുന്നത്, ദൂരം കുറവാണ്. അപ്പോൾ ആകാശത്തിലൂടെ നിരീക്ഷണം നടത്തുകയും ഭൂമിയിലൂടെ ആക്രമണം നടത്തുകയും അതോടൊപ്പം തന്നെ കടൽ മാർഗം അത് 2ാം ഘട്ടത്തിലുള്ള നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന സംവിധാനം, അഥവാ ആകാശവും കടലും നിരീക്ഷിക്കുകയും കരമാർഗം ആക്രമണം നടത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തിയിലേക്കായിരിക്കും ഒരു പക്ഷേ നീങ്ങാൻ സാധ്യതയുള്ളത്, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്നുള്ളതാണ്. ഇനി അപ്പോൾ അവിടെ കുവൈത്തിൻ്റെ റോൾ എന്താണ് എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. അമേരിക്കൻ സൈനികരെ അവർ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഏറ്റുമുട്ടലുണ്ടാവും, വെടിവെപ്പുകളുണ്ടാവും, പല വിഷയങ്ങളുണ്ടാവും. അത് കരുതിയിട്ടാണ് ആര് വരുന്നത്? ഇറാനിലെ സൈനികർ വരുന്നത്. എന്നാൽ കുവൈറ്റിലെ സൈനികരോ, കുവൈറ്റിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുവൈത്തികളെ പിടിക്കുന്നില്ല, പിടിക്കുന്ന അമേരിക്കയാണ്, അമേരിക്കയുടെ സൈനികരെയാണ്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് കുവൈത്തിൻ്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റത്തിലൂടെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഈ കുവൈറ്റ് അതിൽ ഇടപെടുന്നത് ഏത് തരത്തിലാണ് എന്നുള്ളത് വളരെ നിർണായകമായിരിക്കുന്ന വിഷയമാണ്. കുവൈറ്റുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതി, ഇറാനുമായിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതി കുവൈറ്റിനുണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ആഘാതങ്ങളുണ്ടാകും. അത് സാരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇവിടെ ഏത് നയം സ്വീകരിക്കണം, ഏത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു ഏകോപനം ഉണ്ടാവുക അസാധ്യമായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്.
അപ്പോൾ ഇത്തരമൊരു സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ, അതായത് അമേരിക്കയുടെ സൈനിക താവളത്തെ ഇറാൻ ലക്ഷ്യമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുവൈത്ത് ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ന് ചുരുക്കം.